Sapta. Hi, Chichi. Sapta, I want to hug you first. ഇത് എന്താ പറയുക, ഭയങ്കര ടച്ചിങ്, ഇമോഷണൽ, അതിനൊപ്പം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയൊരു പെർഫോമൻസ്. ഇത് സപ്ത ചെയ്ത പെർഫോമൻസ് ആണ്. പക്ഷേ എനിക്കൊരാഗ്രഹം, ഈ ഒരു പെർഫോമൻസ് നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാല്ലേ. വി ലവ് അവർ മം. ഇതെല്ലാവർക്കും ഏറ്റവും സ്നേഹം നമ്മുടെ അമ്മമാരോട് തന്നെയാണ്, അതിലൊരു മാറ്റവും. പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ ഏതൊക്കെയോ സ്റ്റേജിൽ നമ്മളെ തന്നെ മറന്നു പോകുന്ന സ്റ്റേജിൽ, നമ്മുടെ ആ പഴയ കാലമൊക്കെ മറന്നുകൊണ്ട് എത്രയോ പേരല്ലേ അമ്മമാരെ ഓൾഡ് ഏജ് ഹോംസിൽ അവസാനം മോള് ചെയ്ത പോലെ കൊണ്ട് തള്ളുന്നു. അതൊക്കെ അവസാനം മോള് ചെയ്തത്, മോളുടെ എക്സ്പ്രഷൻസ്, എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇമോഷണൽ. നമ്മളൊക്കെ ആ ഒരു ഒത്തിരി അങ്ങ് ചേർന്ന് പോയി മോളുടെ ആ ഒരു പെർഫോമൻസിൽ. എല്ലാവരും, നിങ്ങളുടെ എല്ലാവരുടെയും ഡ്രസ്സ് എല്ലാം കൂടി എന്തൊരു വിഷ്വൽ എഫക്റ്റ് ആയിരുന്നു. ഇത്ര ഇഷ്ടമായി. നമുക്കിനി ജഡ്ജസിലേക്ക് കിടക്കാം. നമ്മുടെ 2 ജഡ്ജസിന് എനിക്കൊന്ന് ശരിക്കും അത് ഇമോഷണലായിട്ട് തന്നെ അവരുടെ മനസ്സിലേക്ക് എത്തിയെന്ന് തന്നെ തോന്നുന്നത്. ശാന്തി മാസ്റ്റർ മുഖത്ത് ചിരി എപ്പോഴും ഉണ്ട്, എന്നാൽ പോലും മാസ്റ്റർ Thanks to Vineet Master. ഞങ്ങളുടെ 4th season I think so റിദ്മയുടെ ഒരു ബ്യൂട്ടിഫുൾ കൊറിയോഗ്രാഫി മാസ്റ്റർ ചെയ്തു കൊടുത്തു. കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന ഒരു സൂപ്പർ സോങ്, ഒരു ദൈവം തந்த പൂവേ. അതിൽ വേറെ ഒരു കോൺസെപ്റ്റാണ്, പക്ഷേ ഇതേപോലെ ഇറ്റ് വാസ് വെരി ടച്ചിങ്, വെരി ബ്യൂട്ടിഫുൾ. ഞങ്ങളെല്ലാവരും നേരെ ഓടി സ്റ്റേജിൽ പോയിട്ടാണ് ഞങ്ങൾ കമൻസ് ഒക്കെ പറഞ്ഞത്. അത്രയ്ക്ക് ഒരു വെരി മെമ്മറബിൾ മൊമെൻ്റ് ആയിരുന്നു. I think first time സൂപ്പർ ഡാൻസറിൽ 3 ജഡ്ജസ് ഇവിടെ വന്ന് ജഡ്ജ്മെന്റ് കൊടുക്കുന്ന ഫസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. ഇപ്രാവശ്യം വേറെ ഒരു കോൺസെപ്റ്റ്, വെരി ടച്ചിങ് കോൺസെപ്റ്റ്. എല്ലാവരുടെ മനസ്സിലും, അതായത് അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവരുടെ മനസ്സിലും ഒരുപാട് ഫീലിംഗ് വരുത്തുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. പ്ലീസ് വിനീത് മാസ്റ്റർ കം ടു ദ സ്റ്റേജ്. നമസ്കാരം വിനീത് മാസ്റ്റർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ ഇമോഷൻസ് എല്ലാം അപ്പാർട്ട്, ലെറ്റ് മീ കം ടു ദ പെർഫോമൻസ്. കൃഷ്ണനായിട്ട് വന്ന കുട്ടിയല്ലേ അല്ലേ? വാക്ക് തുറന്ന് ഈ ലോകമൊക്കെ ഫുള്ള് അല്ലേ, അവളല്ലേ ഇത്? വെരി ക്യൂട്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്ത കുട്ടികൾ, അവരുടെ പൊസിഷനിങ്, അവരുടെ ടൈമിങ്, അവരുടെ ഫോർമേഷൻ ത്രൂ ഔട്ട് ദ ഡാൻസ്, ത്രൂ ഔട്ട്. പല കാലങ്ങളായിട്ട് നമ്മൾ ഓരോരോ പീരിയഡ് നമ്മൾ കാണിക്കുന്നതോറും നിങ്ങളുടെ പൊസിഷനിങ്ങും ഫോർമേഷൻസ് എല്ലാം വാസ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. അമ്മയുടെ കയ്യിലെ
ആൻഡ് മകളായിട്ട്, അതായത് 2 പ്രായത്തിൽ വന്ന 2 കുട്ടികളും വളരെ നന്നായിട്ട് ചെയ്തു. ഞാൻ ആക്ച്വലി ഇതിൽ നിങ്ങളെ ഡാൻസസ് ആയിട്ടോ അല്ല കണ്ടസ്റ്റൻസ് ആയിട്ടോ അതെല്ലാം ഞാൻ മറന്നു. നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഞാൻ കണ്ടത്. സപ്തയെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ചെറിയ കുട്ടിയാണോന്ന്. the success behind this was a character. വളരെ നിസ്സാര സമയം കൊണ്ട് ഓൺ സ്റ്റേജ് യു ചേഞ്ച്ഡ് യുവർ ഗെറ്റപ്പ് വിത്ത് ലിറ്റിൽ മേക്കപ്പ്. മൈ ഗോഡ്, വാട്ട് ടൈമിങ്! എന്താ ഐഡിയ അത് വിനീത് മാസ്റ്റർ. സൂപ്പർബ്. പിന്നെ ലാസ്റ്റ് ഏറ്റവും ബെസ്റ്റ്, ഞങ്ങളുടെ കണ്ണിന് കണ്ണീർ വരാൻ കാരണം ഇതൊക്കെ ഓക്കെ, നമ്മൾ ഇങ്ങനെ പോറ്റി വളർത്തുന്നതെല്ലാം എല്ലാവരും ചെയ്യുന്നതാണ് ലൈഫിൽ. അവസാന ഒരു കാലം നിങ്ങൾ കാണിച്ചതാണ്, അത് ഭയങ്കരമായിട്ട് എന്നെ ഒരുപാട് എഫക്റ്റ് ചെയ്തു. ഞാൻ അത് കഴിഞ്ഞിട്ട് ചിരിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഐ ഡിഡ് നോട്ട് വാണ്ട് ടു കണ്ടിന്യൂ ദാറ്റ് ഫീലിംഗ്. ദാറ്റ് ആ ഒരു സ്റ്റേജ് അതായത് ഇറ്റ്സ് എ വെരി ക്രൂഷ്യൽ ആൻഡ് എ ക്രിട്ടിക്കൽ സ്റ്റേജ് ഫോർ എനി വുമൻ. ഇങ്ങനെ അവരുടെ ഓർമ്മകൾ ഇങ്ങനെ പാസ്സായി പോകുന്നത് നിങ്ങൾ കാണിച്ചത് ഹാറ്റ്സ് ഓഫ് ടു യു വിനീത്, ഹാറ്റ്സ് ഓഫ് ടു യു. ഒരിക്കലും നമുക്ക് സിനിമയിലെ പോലും ഇത്രയും ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റൂല. അത് എന്താ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതെന്ന് അറിയാമോ? ഓൾഡ് ഏജ് ഹോമിന് അവർ വന്ന് പുറത്ത് കാണുമ്പോൾ ഇവർ വളർത്തിയ ആ മകള് ചെറിയ പ്രായം, പിന്നെ വളർന്ന പ്രായം, ഇതെല്ലാം പോയിട്ട് ഒരു ഓർമ്മയായിപ്പോയി എല്ലാം. ദൈവമേ, ഒരു അമ്മയ്ക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. ആൻഡ് മേ ബി ഇത് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്, ട്രിബ്യൂട്ട് ആണ് ടു ഓൾ ദ മദേഴ്സ് ഇൻ ദ വേൾഡ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയണമെങ്കിൽ ഒരുപാട് സമയം വേണം. ദിസ് ഇസ് റിയലി, ഇറ്റ്സ് ബ്രേക്കിംഗ് മൈ ഹാർട്ട്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച് മാസ്റ്റർ. 1 സമ്മാനം നേടുന്ന സൂപ്പർ ഡാൻസർ ജൂനിയർ 7 വിജയെ കാത്തിരിക്കുന്നത് ട്രിനിറ്റി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് കൊച്ചിയിൽ നൽകുന്ന ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ്. 2 സമ്മാനം നേടുന്ന സൂപ്പർ ഡാൻസർ ജൂനിയർ 7 വിജയെ കാത്തിരിക്കുന്നത് ഗോപു നന്ദലം ജിമാർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3 സമ്മാനം നേടുന്ന സൂപ്പർ ഡാൻസർ ജൂനിയർ 7 വിജയെ കാത്തിരിക്കുന്നത് സന്തോഷ് ബ്രഹ്മി നൽകുന്ന ക്യാഷ് പ്രൈസ്. 4 സമ്മാനം നേടുന്ന സൂപ്പർ ഡാൻസർ ജൂനിയർ 7 വിജയ്ക്ക് ലഭിക്കുന്നത് മലയാളികൾ വിശ്വാസം അർപ്പിച്ച ഹെർബൽ ഹെയർ ഓയിൽ മാമ്പു തൈലം നൽകുന്ന ക്യാഷ് പ്രൈസ്.